നമസ്കാരം. നമ്മൾ മറിമായത്തിൻ്റെ സ്ഥിരം ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. നമ്മൾ രാഘവേട്ടനെ പരിചയപ്പെട്ട പോലെ പലവരും ആവശ്യപ്പെടാറുള്ള ഒരാളും കൂടി ഉണ്ട്, എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ആളെ നിന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട സ്തുതി എന്നാണ് കേട്ടാ പേര്. നമസ്കാരം. സ്തുതിയെ, ഇപ്പൊ എത്രയായി മറിമായത്തിൽ നീ വന്നിട്ട്? എത്ര വർഷമായി? ഞാനിപ്പോ 7 വർഷം, ഇതിപ്പോ 7ാമത്തെ വർഷമാണ്. 7ാമത്തെ വർഷമാണ്. ആദ്യമൊക്കെ ഈ പറഞ്ഞ മാതിരി ഒരുപാട് ചെറിയ ചെറിയ റോളുകളാണ് ചെയ്തിരുന്നത് അല്ലേ? അതെ, കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ഇങ്ങനെ ആൾക്കൂട്ടത്തിലൊക്കെ ഇരിക്കും, ബസ്സിലൊരു സീറ്റിലിരിക്കും. അതെ, ആദ്യം തിയേറ്ററൊക്കെ ചെയ്തിരുന്നില്ലേ? നാടകങ്ങളായിരുന്നു മെയിൻ പരിപാടി. അമേച്ചർ നാടകങ്ങൾ, തിരുനാടകങ്ങള്. സ്തുതി ഇപ്പോ ആദ്യമൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പക്ഷെ നല്ല ക്യാരക്ടർ റോളുകളൊക്കെ സ്തുതി ചെയ്തു തുടങ്ങി. ആളുകൾ ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ സ്തുതിയനൊക്കെ ഒന്ന് പരിചയപ്പെടണം അല്ലെങ്കിൽ അറിയണം എന്നൊക്കെ പലവരും നമ്മുടെ സുഹൃത്തുക്കളിൽ പലവരും ഇങ്ങനെ ചോദിക്കാറൊക്കെ ഉണ്ട്. അതാരാണ് അന്ന് മറ്റേ ഇന്ന വേഷം ചെയ്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ സ്തുതി അധികം ഇന്റർവ്യൂകളിലൊന്നും അധികം അങ്ങനെ വന്നിട്ടില്ല. സിനിമകളൊക്കെ ചെയ്തു തുടങ്ങും അല്ലേ? സിനിമകളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ചാനലുകളൊക്കെ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കും. അപ്പൊ കൂടുതലായിട്ട് സ്തുതിയുടെ മറ്റു വിശേഷങ്ങളൊക്കെ അറിയാം. എന്തായാലും ഇപ്പൊ സ്തുതി ഇപ്പൊ എവിടെ താമസിക്കുന്നത്? സ്തുതി ഞാൻ തമ്മനത്താണ്, എറണാകുളത്ത് തന്നെ. ശരിക്കും നാട് എവിടെ? നാട് കോഴിക്കോട് വടകരക്കടുത്ത് കൈവേലി എന്ന് പറയും. കൈവേലി, അതെ, ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിന്റെ ശുദ്ധിയും സൗന്ദര്യവും ഒക്കെ സ്തുതിക്കുന്നുണ്ട്. അത് എന്തായാലും വലിയ ഭാഗ്യമാണ്. മറിമായത്തിൽ വന്നിട്ട് എങ്ങനെ എക്സ്പീരിയൻസ്, എന്ത് തോന്നണം? മറിമായം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് കാലം ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരിക്കലും ഞാൻ എത്തിപ്പെടുമെന്ന് വിചാരിച്ചില്ല. കാരണം ഇക്കാനെ പോലത്തെ ഒരുപാട് വലിയ ഇതിഹാസങ്ങൾ ഇങ്ങനെ വിളഞ്ഞാടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടേക്ക് അവരെ പറഞ്ഞു പേടിപ്പിക്കണ്ട. അല്ലല്ല, അത് സത്യമാണ്, എല്ലാരും പറയുന്നതാണ്. അപ്പൊ അവിടേക്ക് ചെറിയ വേഷങ്ങൾ ചെയ്യാൻ എത്തി. പിന്നെ നമ്മളൊരു കഷ്ടപ്പാടുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഓടി വരും. പണിയൊക്കെ ഉണ്ടാകും, പണി സ്ഥലത്തു നിന്നൊക്കെ ഓടി ഇങ്ങോട്ട് വരും. അപ്പൊ ഇവിടെ വന്ന സമയങ്ങളിലൊക്കെ ഇപ്പൊ ഇക്കാനെ പോലെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള മറ്റ് 10 പെയിന്റിങ് പണിക്ക് പോകും. പെയിന്റിംഗ് പണിക്ക് പോയിരുന്നു. അതെ, അത് ഇപ്പോഴും പോകുന്നുണ്ട്. ഷൂട്ടില്ലാത്ത സമയങ്ങളിൽ പോകും. അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും എല്ലാം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വേഷങ്ങളിലേക്ക് എത്തിപ്പെട്ടത്. അത് ഒരു തർക്കമില്ല കേട്ടോ. അതൊക്കെ റിയൽ ആർട്ടിസ്റ്റുകളാണ്. നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര സാമ്പത്തിക ശേഷിയുള്ളവരും അങ്ങനെയുള്ള സർവ്വസാധാരണക്കാരായിട്ടുള്ള അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. റിയൽ കലാകാരന്മാരാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടാ. സ്തുതിക്കും ഞങ്ങളുടെ മറിമായൻ ടീമിന് എപ്പോഴും നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ തൽക്കാലം ഇവിടെ വാങ്ങല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരോടും മറിമായം സ്ഥിരം കാണണം എന്ന് പറയണം. എല്ലാവരും മറിമായം സ്ഥിരം കാണാൻ ഞങ്ങളെ ഇനിയും ഒരുപാട് പ്രോത്സാഹനങ്ങൾ തന്ന് മുമ്പോട്ട് നയിക്കുക. ഓക്കെ, താങ്ക് യു കേട്ടോ. ഇതിപ്പോ ഞങ്ങള് മറിമായത്തിന്റെ ലൊക്കേഷനിലാണ്. നമ്മുടെ സ്ഥിരം അവിടെയൊക്കെ എല്ലാവരും ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തരുണ്ട്. ഇനി ഓരോരുത്തരൊക്കെ ആയിട്ട് ഒഴിവുള്ള സമയത്തൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ടാറ്റാ.